ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തരുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് തൊലിയൊന്നും കളയുന്നില്ല. ഈ ഒരു തൊലിയോട് കൂടി തന്നെ നമുക്ക് കഴുകിയിട്ട് വേവിക്കാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ തൊലി കളയാതെയാണ് കേട്ടോ ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കേണ്ടത്. തൊലി കളഞ്ഞാൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ചക്കക്കുരു നന്നായിട്ട് വെള്ളം കുടിച്ച് പോകും കേട്ടോ. വെള്ളം കുടിച്ചിട്ട് അലിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടാണ് ഈ ഒരു ചക്കക്കുരു വെന്തിട്ട് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു തൊലി മാറ്റാതിരിക്കുന്നത്. ഇനി ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അരി ഇട്ട് കൊടുക്കാം. അരി ഇപ്പോൾ ഞാൻ ഇവിടെ ചോറ് വെക്കുന്ന അരി മട്ടരിയാണ്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വെള്ള അരിയാണെന്നുണ്ടെങ്കിൽ അതായാലും മതി, മട്ടരി തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അതാ അരി 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഊറ്റി വെക്കാം. പിന്നെ അരിയൊക്കെ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ചക്കക്കുരുവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ആ ചക്കക്കുരു എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. തൊലി മാറ്റുന്നത് നമ്മൾ ആ ഒരു മുകൾ ഭാഗത്തുള്ള ഒരു വെള്ള തൊലി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് പോലുള്ള ഒരു തൊലി മാത്രമേ മാറ്റുന്നുള്ളൂ. ആ ഒരു ബ്രൗൺ കളറിലുള്ള തൊലി അവിടെ തന്നെ നിന്നോട്ടെ, അത് നല്ലതാണ്. അപ്പോൾ അത് മാറ്റണമെന്നില്ല. അപ്പോഴേക്കും ഇതാ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരിയിലുള്ള വെള്ളമൊക്കെ വാർന്നു പോയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അരിയുടെ അളവിനനുസരിച്ചിട്ട് വറവായി വരാൻ സമയം പിടിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ടൊക്കെ അരി വറുത്തെടുക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം മാറ്റം വരും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അറിയുക എന്നുള്ളത് അരി പൊരിഞ്ഞ് വരുമ്പോൾ അതിങ്ങനെ പൊട്ടുട്ടതാ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടുന്ന പോലെ വരുന്നുണ്ട്. അങ്ങനെ ഒരു പൊട്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരി വറവായി എന്നാണ് കേട്ടോ അർത്ഥം. ഇപ്പോൾ ഇത് വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറി വന്നതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ചെറിയ ജാറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അരി ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇതേ ജാറിൽ തന്നെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരു ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. ചക്കക്കുരു പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചില മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളൊന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് കനം കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ ഒക്കെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ചക്കക്കുരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ചക്കക്കുരു നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കാൻ കേട്ടോ. ചെറുതായിട്ട് ഒരു തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതും നമ്മൾ അരി പൊടിച്ചിട്ടുണ്ടല്ലോ ആ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അണ്ടിപ്പുട്ടിലേക്കൊക്കെ അണ്ടിപ്പരിപ്പൊക്കെ പൊടിച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് ഇട്ടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ തേങ്ങ എത്രത്തോളം കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. 1 കപ്പോ 2 കപ്പോ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളത് അത്ര എടുക്കാം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ തേങ്ങ ഉള്ളതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ തേങ്ങ പൊടിച്ചെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാട് ചെറുതാക്കിയിട്ടില്ല, ഇത്രയും മതി കേട്ടോ. അതിലിങ്ങനെ ചെറുതായിട്ടൊന്ന് കാണണം, അങ്ങനെ വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. ഇത് ഈ ഒരു അളവിലേക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ 1/2 കപ്പ് ശർക്കര പൊടിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ കൂടുതലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക ശർക്കരയൊക്കെ. അത്
നമുക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഏത് സമയത്തും ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് നമുക്കിത് നല്ല ഷേപ്പാക്കി എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഓരോ ബോളാക്കി എടുക്കാം. നമ്മൾ അണ്ടിപ്പുട്ട് അതുപോലെ അരിയുണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതുപോലെ തന്നെ ആക്കിയെടുക്കാം. എത്രയാണോ വലുപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു തുള്ളി വെള്ളം ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്കിത് നല്ല കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ചക്കക്കുരുവിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ വരുന്നില്ല കേട്ടോ. ചക്കക്കുരു ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് പോലും അറിയാൻ പറ്റൂല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.